കേരളത്തിലെ BJP അതിശക്തമായ നീക്കം നടത്തുകയാണ്. ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നീങ്ങുന്നത്. കേരളത്തിലെ BJPക്കകത്ത് വിഭാഗീയത കൊടികുത്തി വാണിരുന്നു എന്ന് ഏവർക്കും അറിയാം. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ് കഴിഞ്ഞപ്പോൾ വിഭാഗീയത നടത്തിയവരെല്ലാം ഒരു കുടക്കീഴിൽ ഒന്നിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ 2024 പ്രകടനം നടത്തി വിജയത്തോട് അടുത്ത് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വളരെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം പല കാര്യങ്ങളിലും അതിശക്തമായി ഇടപെടുകയാണ്. പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും പൊതുജനങ്ങൾക്ക് വേണ്ട തരത്തിൽ എത്തിക്കാൻ ഉള്ള ശ്രമവും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 8 മാസം ബാക്കി നിൽക്കെ ഇപ്പോൾ തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടിക ആയിക്കഴിഞ്ഞിരിക്കുകയാണ് BJPയിൽ. അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്രഖ്യാപിതമായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അതല്പം കഴിഞ്ഞ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. ആ സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളിലേക്ക് അങ്ങോട്ട് ഇറങ്ങാനും അവിടെ തന്നെ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാപിക്കുന്നതിനും സാധിക്കും. അത് കൂടുതൽ പ്രയോജനപ്പെടുത്താനും കഴിയും. അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ഈ BJPയുടെ ഒരു വമ്പന്മാരുടെ ഒരു പട്ടിക ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്ത്, 3-ാം സ്ഥാനത്തും ഏതാണ്ട് 10 നിയമസഭാ മണ്ഡലങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ഏതാണ്ട് 2000 മുതൽ 5000 വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. വളരെ ശക്തമായി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയും. തുടക്കത്തിൽ എന്തായാലും ഒരു 10 സീറ്റ് കുറഞ്ഞത് കിട്ടിയാൽ BJPക്ക് ഒരു വലിയ വിജയമായിരിക്കും. കേന്ദ്രത്തിൽ ഒന്ന് ആലോചിക്കണം, 2 സീറ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ 2 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2-3 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നീട് എങ്ങനെ പോകണമെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് ആരും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തന കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങിയാൽ നേമം മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും മത്സരിക്കുക. അത് നേമം നമുക്കറിയാം, 2016 BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. അവിടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ ലീഡ് നേടിയ മണ്ഡലമാണ്. 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. തീരദേശ മണ്ഡലങ്ങളിൽ നിന്നാണ് വോട്ട് അല്പം കുറവ് സംഭവിച്ചതും 15000 വോട്ടിന് പരാജയപ്പെട്ടതും തരൂരിനോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15000 വോട്ട് വളരെ നിസ്സാരപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. BJPയുടെ തൃശ്ശൂരിനേക്കാൾ മുമ്പ് പാർലമെന്റിൽ എത്തേണ്ട ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. പക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇറങ്ങിയതോടുകൂടി കാര്യങ്ങൾ അങ്ങ് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇക്കുറി നേമം തിരികെ BJPയുടെ കൈകളിൽ എത്തും എന്നുള്ള കണക്കുകൂട്ടലോടാണ് മുമ്പോട്ട് പോകുന്നത്. കഴക്കൂട്ടത്ത് V മുരളീധരനെയാണ് ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. V മുരളീധരൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയുണ്ടായി. ആറ്റിങ്ങൽ വളരെ അതിശക്തമായ മത്സരമാണ് അടൂർ പ്രകാശും V ജോയിയും V മുരളീധരനുമായിട്ട് നടന്നത്. ഇനി ആറന്മുള മണ്ഡലത്തിലേക്ക് പോയാൽ ആറന്മുളയില് ഇപ്പോഴത്തെ MLA CPMലെ വീണ ജോർജാണ്. എല്ലാം കൊണ്ടും വിവാദത്തിൽ മുഴുകിക്കിടക്കുകയാണ്. പാർട്ടിയിൽ തന്നെ അതൃപ്തരാണ് പലരും വീണയുടെ പ്രവർത്തന രീതികളുമായിട്ട്.
ആറന്മുളയിലെ കുമ്മനം രാജശേഖരനെ ഇറക്കാനുള്ള നീക്കമാണ്. കുമ്മനം അവിടെ വിമാനത്താവള വിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടിരുന്ന സമരനായകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സെൻട്രൽ ട്രാവൻകൂറിലെ കുമ്മനം രാജശേഖരന് വലിയ ഒരു സ്വാധീനം ഉള്ള ഇടം കൂടിയാണ്. അതുപോലെ തന്നെ കാട്ടാക്കടയിൽ, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട മലയോര മേഖല, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലുള്ള കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനെ ആയിരിക്കും ഇറക്കുന്നത്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മുരളീധരൻ 1-ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ്. 47,834 വോട്ടാണ് കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിന്, കാട്ടാക്കടയിൽ V മുരളീധരന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കാട്ടാക്കടയിൽ കൃഷ്ണദാസിന്റെ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുപോലെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയാണ് മത്സരിക്കാൻ തീർച്ചപ്പെടുത്തുന്നത്. ശോഭാ സുരേന്ദ്രന് നമുക്കറിയാം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു വലിയ ഒരു വേരോട്ടം നടത്തിയതാണ്. 2,99,000 വോട്ട് നേടുകയുണ്ടായി. അതിൽ കായംകുളം വ്യക്തമായ ലീഡുണ്ടായിരുന്നു. കായംകുളത്ത് ഇനിയിപ്പോൾ മത്സരിക്കാനായിട്ട് കോൺഗ്രസ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് അരിത ബാബുവിനെയാണ്. 2021 തെരഞ്ഞെടുപ്പില് പാൽക്കാരി എന്നൊക്കെ CPM അധിക്ഷേപിച്ച ക്ഷീരകർഷകയാണ് അരിത ബാബു. CPM-ൽ നിന്ന് ഒരുപക്ഷെ പ്രതിഭാകരി തന്നെ ഇറങ്ങുമോ എന്ന് സംശയമാണ്. കാരണം പ്രതിഭാകരി 2 തവണ മത്സരിച്ച് MLA ആയി കഴിഞ്ഞതാണ്. പ്രതിഭാകരിക്ക് കഴിഞ്ഞ തവണയും വലിയ ഭൂരിപക്ഷമൊന്നുമില്ലായിരുന്നു. പാർട്ടിയിൽ നിന്ന് വൻ എതിർപ്പും നേരിടേണ്ടി വന്നതാണ്. പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ള ഒരിടമാണ് ആലപ്പുഴ ജില്ല. അപ്പോൾ പ്രതിഭാകരി ഇറങ്ങിയില്ലെങ്കിലും മറ്റൊരു വനിത വന്നു കഴിഞ്ഞാൽ എന്തായാലും കായംകുളം മണ്ഡലത്തിലെ ഒരു അതിശക്തമായ വനിതകളുടെ ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും. ഇനി തിരുവനന്തപുരത്തേക്ക് വീണ്ടും വന്നാൽ, തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് പഴയ വെസ്റ്റാണ്. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ്, തിരുവനന്തപുരം നോർത്ത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതല്ല, തിരുവനന്തപുരം, പിന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജയനെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കരമന ജയൻ BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ കരമന ജയൻ തിരുവനന്തപുരത്തുകാർക്ക് വളരെ പരിചിതനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ MLA ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ്. ആന്റണി രാജുവിന് ഇനിയിപ്പോൾ സീറ്റ് കൊടുക്കുകയുമില്ല. CPM ആ സീറ്റ് വിഴുങ്ങാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ആന്റണി രാജു ഒതുങ്ങുകയും ചെയ്യും. വലിയ പരാജയം നേരിട്ട ഒരു മന്ത്രിയാണ്. ലോട്ടറി അടിക്കുകയായിരുന്നു ചെയ്തത് യഥാർത്ഥത്തിൽ 2021. തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മലയോര മേഖലയാണ് നെടുമങ്ങാട്. ഇത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് വരുന്നത്. ഇവിടെ V മുരളീധരൻ കഴിഞ്ഞ തവണ 45,180 വോട്ടാണ് പിടിച്ചത്. അവിടെ 3-ാം സ്ഥാനത്താണെങ്കിലും തൊട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ VV രാജേഷിന് വളരെ സുപരിചിതമായിട്ടുള്ള ഇടമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരുമായി വലിയ ബന്ധവും ഉള്ള ഇടമാണ്. അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെ ഇറക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കൃഷ്ണകുമാർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചതാണ്. അന്ന് ശിവകുമാറും ആന്റണി രാജുവുമായിട്ടായിരുന്നു മത്സരം. ശക്തമായ ത്രികോണ മത്സരം തന്നെ കാഴ്ചവെച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൃഷ്ണകുമാറിനെ കൊല്ലത്ത് നിർത്തി മത്സരിപ്പിച്ചു. അവിടെ വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാറിനെ ഇറക്കുന്നത് കൊണ്ട് വലിയ നേട്ടവും വിജയവും ഉറപ്പിക്കാൻ കഴിയും. കാരണം കൃഷ്ണകുമാർ താമസിക്കുന്നതും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. അപ്പോൾ ആ മണ്ഡലത്തിലുള്ള ആൾ തന്നെ മത്സരിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം വരും. ജനങ്ങളുമായിട്ട് അത്രത്തോളം ഇടപഴകി നിൽക്കുന്ന ഒരു ജനകീയ സ്വഭാവമുള്ള വ്യക്തിയാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന് ഒരു സീരിയൽ നടനോ സിനിമാ നടനോ എന്നുള്ള പരിവേഷമല്ല, അതിനപ്പുറവുമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ മറ്റൊരു ഫേസാണ് BJPയിലുള്ള കൃഷ്ണകുമാറിന് വട്ടിയൂർക്കാവ് സുഖമായി പിടിച്ചെടുക്കാൻ കഴിയും. രാജീവ് ചന്ദ്രശേഖർ 1-ാം സ്ഥാനത്തെത്തിയ മണ്ഡലം കൂടിയാണ്. അവിടെ നായർ സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ വട്ടിയൂർക്കാവിൽ നിന്ന് കൃഷ്ണകുമാറിന് നേടിയെടുക്കാനും കഴിയുമെന്നുള്ളതാണ്.
അപ്പോൾ കൃഷ്ണകുമാറിനും വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോൾ മണ്ഡലത്തിൽ നിൽക്കുകയാണ്. നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലയിലെ മുൻ പ്രസിഡന്റ് കൂടിയായ സുരേഷിനെ ഇറക്കാനാണ് പാറശാലയിൽ ചെങ്കൽ രാജശേഖരൻ പാറശാല ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ, പാറശാല മാത്രമല്ല തിരുവനന്തപുരത്തിലും വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പാറശാലയുമായിട്ട് വലിയ ബന്ധമുള്ള ചെങ്കൽ രാജശേഖരനും മത്സരിക്കും. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു വമ്പൻ പട്ടികയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു, കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ നടൻ കൃഷ്ണകുമാറും മത്സരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും. എന്തായാലും ഈ മണ്ഡലങ്ങളൊക്കെ വളരെ സുരക്ഷിതമായ മണ്ഡലമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് തന്നെ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്.